ഞാനും മോനും കൂടി ഇന്ന് കാളിമല കയറാൻ വേണ്ടി വന്നതാണ്. കാളിമല എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ ഒരു മലമ്പ്രദേശമാണ്. അതിൻ്റെ ഒരു ഉയർന്ന ഭാഗമാണ് കാളിമല. വരമ്പതി മലകളെന്നാണ് ഈ മലകൾ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് കാളിമല വരാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ച് വന്നപ്പോൾ അത് ഗൂഗിൾ മാപ്സ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് വെള്ളറട വന്നിട്ട്, അതായത് കേരളത്തിൻ്റെ പോർഷനാണ് വെള്ളറട. അവിടെ വന്നിട്ട് കുരിശുമല വഴി കാളിമല. അങ്ങനെ ഞങ്ങൾ അന്ന് നട്ടുച്ചയ്ക്ക് കുരിശുമല കയറി ടോപ്പിലെത്തി. നല്ല ടയേർഡായി. അത് കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് നടന്ന് കാളിമലയിലോട്ട് വരാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ തിരികെ ഇറങ്ങി വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശരിയായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് എത്തിയതാണ്. അപ്പോൾ നിങ്ങളും കാളിമല വരുന്നെങ്കിൽ നല്ലത് നമ്മൾ വെള്ളറട വഴി, അതായത് കുരിശുമല വഴി കയറാതെ തമിഴ്നാട്ടിലെ പത്തുകാണി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്നും മുകളിലോട്ട് വരുന്നതാണ് നല്ലത്. കാരണം കുറച്ച് ദൂരം നമുക്ക് കാറായാലും ബൈക്കായാലും ഓടിച്ച് മുകളിലോട്ട് വരാം. പിന്നെ നടന്ന് മുകളിലോട്ട് കയറിയാൽ മതി. കുറച്ച് ദൂരം മുകളിൽ കയറി വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ഇത് മൊത്തം കോതയാറിലെ മലനിരകളാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വലത്തോട്ട് വരുമ്പോൾ ദൂരെയായിട്ട് കണ്ടോ ഇങ്ങനെ 2 ജലാശയങ്ങൾ കാണാം. കണ്ടോ, 2 ഡാമുകളാണ്. ഒന്ന് ശിവലോകം ഡാം ഫസ്റ്റും അടുത്തത് ശിവലോകം ഡാം സെക്കൻഡും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കുരിശുമല, അതായത് ഈ മലയുടെ അപ്പുറത്തെ സൈഡാണ് കുരിശുമല. അപ്പോൾ അത് കയറിയത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഈസി ട്രക്കാണ്. വേറൊന്നുമല്ല, നല്ലൊരു റോഡുണ്ട്. ടാർ ചെയ്തിട്ടില്ല എങ്കിലും മൊത്തം ഇങ്ങനെ കല്ലുകളാണ് അടുക്കിയിരിക്കുന്നത്. ഒരു റോഡാണ്, നമുക്കിങ്ങനെ പോയാൽ മതി. ഞങ്ങളന്ന് കുരിശുമല വന്നപ്പോൾ ഈ സൈഡിൽ നിന്നാണ് കയറി വന്നത്. കാണിച്ചു തരാം ഞാനത്. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ദേ കാണുന്ന മലകൾ, ആ മലകളുടെ സൈഡിൽ കൂടെ ഞങ്ങൾ കയറിപ്പോയത്. ഇത് ഞാനിവിടെ ഞങ്ങളിപ്പോൾ കയറിയ വഴിയുടെ സൈഡിൽ നിന്ന് കണ്ടോ, ഇതൊരു വലിയ പാറയാണ്. ആ പാറയുടെ സൈഡിൽ കൂടെ നടന്നിങ്ങനെ താഴോട്ട് വന്നതാണ്. വന്നപ്പോൾ കണ്ട വ്യൂ ആയിരുന്നത്. ഇവിടെ നിന്ന് പിന്നെ കണ്ടോ കുത്തനെ അങ്ങ് താഴോട്ട് ഈ പാറ അങ്ങനെ കിടപ്പുണ്ട് കണ്ടോ. പിന്നെ അങ്ങ് എന്താ പറയുക, താഴ്വരയാണ്. ഒരുപാട് സമയം വേണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ വളരെ പെട്ടെന്ന്, എന്ന് വെച്ചാൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കാളിമലയുടെ മുകളിലെത്തി. വളരെ ഈസി ആയിട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റി. അപ്പം ഞങ്ങളിവിടെ വെച്ച് ഇവിടെ അമ്പലത്തിൽ താമസിക്കുന്ന, അതായത് ഇവിടെ രാത്രിയും പകലും താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളെ കണ്ടുമുട്ടി. അപ്പം നമുക്ക് അദ്ദേഹത്തോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അതായത് ഈ അമ്പലവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇത് ദേവീക്ഷേത്രം, അടുത്ത് കാണുന്ന നാഗക്ഷേത്രം, അതിൻ്റെ മുകളിൽ കാണുന്ന അയ്യപ്പ ക്ഷേത്രം, അതിൻ്റെ അപ്പുറം കാണുന്ന സൂലംകുത്തി. ഇത് ഓരോന്നിൻ്റെയും പ്രത്യേകത പറയുമോ? ഓരോന്നിൻ്റെയും പ്രത്യേകത, ഇത് ഭദ്രകാളിയിലെ അമ്പലമാണ് ആദ്യത്തെ നമ്മൾ ദേവീക്ഷേത്രം. രണ്ടാമത് നാഗക്ഷേത്രം നാഗരാജാവ്. മൂന്നാമത് കാണുന്നത് അയ്യപ്പ ക്ഷേത്രം, അയ്യപ്പൻ്റെ. നാലാമത് കാണുന്നത് പിന്നെ സൂലംകുത്തി. ഓക്കെ. അത് ഈ കാണിക്കാട്ടെ മലദൈവങ്ങളാണ്. ഓക്കെ. അവർ വരാറുണ്ട് അവിടെ? വരാറുണ്ട്. അവർ പൂജയ്ക്ക് എല്ലാ ദിവസവും നാളെ വരും എല്ലാവരും പൂജയ്ക്ക്. കാണിക്കാർ നമുക്ക് വന്ന് അവരെ കാണാൻ പറ്റും. ഒരാൾ പൂജയ്ക്ക് മാത്രമേ വരൂ. അപ്പം അല്ലാതെ അവർ മൊത്തത്തിൽ വരില്ല. അങ്ങനെ ഉത്സവം ഉണ്ടോ അവർക്ക്? എന്തെങ്കിലും ഉത്സവം ഇവിടെ? അങ്ങനെ ഈ പൊതു ഉത്സവത്തിൻ്റെ അന്ന് തന്നെ അവരും വരും. അതേത് ദിവസം എന്ന് പറയാം? അത് ഏപ്രിൽ അല്ല മെയ്യിലാണെന്ന് തോന്നുന്നു. വരുന്നത് ഏപ്രിൽ അവസാനമാണ്. ഇവിടുത്തെ ഈ പൊങ്കാല, നമ്മുടെ കാളിമല പൊങ്കാല, മറ്റേ ചിത്രാപൗർണമി. ഇവിടെ കാളിമലയിലെ ഉത്സവമാണ് ചിത്രാപൗർണമി. അപ്പോൾ ആ ദിവസം അവരും വരും. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരും, കാണിക്കാർ. അവരുടെ അത് അവർ ശരിക്കും പണ്ടത്തെ പോലെയാണോ അതോ പുതിയ ആൾക്കാരെ പോലെ? നല്ല പുതിയ ആൾക്കാരെ പോലെയാണ്. അല്ല, പഴയതൊന്നുമില്ല. പറയില്ല. അപ്പോൾ എല്ലാം നല്ല ഇതായിട്ടുള്ളതാണ് അവരിപ്പോൾ. ഓക്കെ. അപ്പോൾ അന്ന് വന്നാൽ നമുക്ക് ശരിക്കും അവരെ കാണാൻ പറ്റും. നമ്മൾ ആ നേരത്തെ കണ്ടില്ലേ അമ്പലം, അത് കാളീക്ഷേത്രമാണ്. ലോകാംബിക ടെമ്പിൾ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിലെ പാറയിൽ കൂടെ ഞാൻ നടന്ന് ഇങ്ങനെ എഡ്ജിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ വരുന്നുണ്ടോ, നമ്മൾ താഴെ നിന്ന് കണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ ശിവലോകം ഡാം സെക്കൻഡിൻ്റെ കാഴ്ചയാണ്. ചിറ്റാർ ഡാം സെക്കൻഡാണ് ശിവലോകം ഡാം. അപ്പോൾ ഈ ശരിക്കും മൊത്തം മൂടലാണ്. അത് കാരണം ഒന്നും വിസിബിൾ അല്ല. കണ്ട മൊത്തം ഇങ്ങനെ ഒരു മൂടലിങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് എല്ലായിടത്തും.
ഞങ്ങളിന്ന് കയറി വന്നപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം 9-9:30 അപ്പോൾ കാളിമല വരുന്നെങ്കിൽ അല്ലെങ്കിൽ കുരിശുമല ഇവിടെ എവിടെയെങ്കിലും, ഞാൻ പറയുന്ന കാളിമലയാണ് ഈസി. അപ്പോൾ നമ്മൾ കാളിമല വന്നു കഴിഞ്ഞാൽ ആ രാവിലെയുള്ള കോടമഞ്ഞൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഈ വീഡിയോയിലും അതുപോലെ ഇതിനു മുമ്പ് ഞാനിട്ട കുരിശുമല വീഡിയോയിലൊക്കെ കണ്ടതാണ്, ചുറ്റും നല്ല ഉയരമുള്ള മലകളാണ്. പ്രത്യേകിച്ച് ആ കോതയാർ മലനിരകളൊക്കെ നല്ല ഉയരമുണ്ട്, നല്ല രസമാണ് മലകൾ കാണാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കോടമഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നതും അതുപോലെ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കോടമഞ്ഞ് നിറയും. അതൊക്കെ ഒരു വല്ലാത്ത എന്താ പറയുക, ആ ഒരു മോർണിംഗ് വൈബ്. അപ്പോൾ അത് വേണമെങ്കിൽ അതിരാവിലെ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞങ്ങളിപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം വരണം, വൈകുന്നേരം വന്നിട്ട് ഇവിടെ മലകളിൽ നിന്നുള്ള സൺസെറ്റും അതുപോലെ പിന്നെ രാത്രി ഇവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ട് മലമുകളിൽ എവിടെയെങ്കിലും കിടക്കാം. പ്രത്യേകിച്ച് വേറെ ഫെസിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നിട്ട് ഇവിടെ നിന്ന് എന്താ പറയുക, പിറ്റേന്ന് രാവിലെയുള്ള സൺറൈസൊക്കെ കണ്ടിട്ട് മല ഇറങ്ങണം. ഇത്രയേ ഉള്ളൂ കാളിമല വീഡിയോ. നമുക്ക് വളരെ ഈസിയിൽ ഇങ്ങ് കയറി വരാം. ഞാൻ നിങ്ങളോടും പറയുന്നത്, കാളിമലയോ അല്ലെങ്കിൽ കുരിശുമലയോ വരുന്നെങ്കിൽ കേരളത്തിൻ്റെ സൈഡ്, അതായത് വെള്ളറുടെ സൈഡ് ട്രൈ ചെയ്യാതെ 10 കാണി തമിഴ്നാട്ടിൽ വന്നിട്ട് അങ്ങനെ കയറി വരുന്നതാണ് നല്ലത്. പിന്നെ ട്രക്കിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ചെറിയ കയറ്റങ്ങളുള്ള കല്ലുപാകിയ ഒരു റോഡ്. നിങ്ങൾക്ക് ശരിക്കും ട്രക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്ന കുരിശുമല റൂട്ട്, അപ്പുറത്തെ റൂട്ട് തന്നെയാണ് നല്ലത്. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. അപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കാളിമല അല്ലെങ്കിൽ കുരിശുമല രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടയാൾ, രണ്ടും തമിഴ്നാട് തന്നെയാണ്. യൂഷ്വലി നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ പ്രചരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുരിശുമല കേരളത്തിലും നമ്മുടെ കാളിമല തമിഴ്നാട്ടിലും ഒന്നാണ്. അല്ല, ഈ മലകൾ, ഉയരമുള്ള മലകൾ മൊത്തം തമിഴ്നാടിൻ്റെ തന്നെയാണ്. അപ്പം ഞങ്ങളിനി ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത്, കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് അവിടെ കാളിമല വന്നിട്ട്, തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ, കുരിശുമല വന്നിട്ട് ഇങ്ങോട്ട് കാളിമല വരാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ആ വഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നിന്ന്, അതായത് നമ്മൾ കാളിമല നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കുരിശുമലയ്ക്ക് ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞ് കിടപ്പുണ്ട്, രണ്ട് സൈഡും മൊത്തം ഇങ്ങനെ കാറ്റാടി മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിനി എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നു കുരിശുമലയ്ക്ക്. അപ്പോൾ ഇതുവഴി എങ്ങനെയാണ് കുരിശുമല, അതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി ഞങ്ങളുടെ കുരിശുമല യാത്ര, നമുക്കിവിടുന്ന് കാണാം കുറച്ചപ്പുറത്തായിട്ട് കുരിശുമല. അപ്പോൾ ഞങ്ങളുടെ ആ കുരിശുമല യാത്രയുടെ വീഡിയോ നെക്സ്റ്റ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, കുരിശുമലയുടെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.